നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിലെ ലാസ്റ്റ് ഒരു റിസൾട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ passing through 2 points. The equation of a line passing through 2 points P1 and P2. 2 points P1 and P2. Is നമ്മളെന്ത് പറഞ്ഞു? ഇത് P1 plus P into vector P1 P2. എന്താണ് P1 എന്ന പോയിന്റ് കൂടി പാസ് ചെയ്യുന്നതും P1 P2 എന്ന വെക്ടറിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ് അല്ലേ? നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താണ്? ഇതാണ് L എന്ന ലൈൻ. ഇവിടെയാണ് P1 എന്ന പോയിന്റ്, ഇവിടെയാണ് P2 എന്ന പോയിന്റ്. ഈ P1 P2 എന്ന വെക്ടർ എന്ന് വെച്ചാൽ ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ തന്നെയാണ് P1 P2 എന്ന വെക്ടർ. അപ്പോൾ P1 കൂടി പാസ് ചെയ്യുന്നതും P1 P2 പാരലലുമായിട്ടുള്ള ലൈനാണ് P1 പ്ലസ് P1 P2 ഓർ തിരിച്ചു പറയാം P2 പ്ലസ് P1 വെക്ടർ P1 P2. ഇത് വെച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് പ്രോബ്ലം ചെയ്തത്. ഇനി ലൈൻ സെഗ്മെന്റ്, അതൊരു ശ്രദ്ധിക്കണം. ലൈൻ സെഗ്മെന്റ് ഇത് ലൈനിന്റെ ആണ്. ലൈൻ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ P1 മുതൽ P2 വരെയുള്ള ലൈൻ സെഗ്മെന്റ്. ഇപ്പോൾ ലൈൻ സെഗ്മെന്റ് ഇക്വേഷൻ ഓഫ് എ line segment if P is a point on the line segment joining the points P1 and P2. If capital P is point on the line segment joining the points P1 and P2, then the equation of the line segment is അതായത് നമ്മുടെ ലൈൻ സെഗ്മെന്റ് ആണ്. ലൈൻ സെഗ്മെന്റ് പറയുമ്പോൾ എന്താ? ഇപ്പോൾ ഇതാണ് ലൈൻ സെഗ്മെന്റ്. ഇവിടെ കറക്റ്റ് ആയിട്ട് ഇവിടെ മുതൽ P1, ഇവിടെയാണ് P1, ഇവിടെയാണ് P2. അപ്പോൾ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് P1 ഉം P2 ഉം കൂടി ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈൻ സെഗ്മെന്റ് ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ആണെങ്കിൽ ഈ ലൈനൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ, ഇവിടെയൊക്കെ P ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെയല്ല, P1 മുതൽ P2 വരെ ലൈൻ ആയതുകൊണ്ട് ഡയറക്ഷൻ ഒന്നുമില്ല. ഇനി P is any point on the line segment joining the points P1 and P2. Then the equation of the line segment. അപ്പോൾ P1 മുതൽ P2 വരെയുള്ള ഈ ലൈൻ സെഗ്മെന്റിന്റെ ഇക്വേഷൻ വെച്ചാൽ if P is any point, അങ്ങനെ പറയുന്നുണ്ടല്ലോ, if P is any point on the line segment. അപ്പോൾ P എന്നൊരു പോയിന്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ P of x, y, z എന്ന് വിചാരിക്കാം. If P is a point on the line segment joining the points P1 and P2, then the equation of the line segment is P1P vector P1P is equal to T into vector P1 P2. P1P is equal to T into vector P1 P2, where
ഇവിടെ ടീൻ്റെ റേഞ്ച് ഇങ്ങനെയാണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് P1 ആൻഡ് P2. Equation of the line segment joining the points P1 and P2 is vector P1P is equal to vector P1P vector P1P is equal to T into vector P1 P2, where 0 less than or equal to T less than or equal to 1. T in the variation 0 മുതൽ 1 വരെ ഉള്ളൂ. Question: given the parametric equation of the line is x is equal to 2 minus t, comma y is equal to minus 3 plus 5t, comma z is equal to t, then find a point on the line, this line. ഒരു ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ആ ലൈനിൽ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. and also determine a vector parallel to this line, parallel to the given line. തന്നിരിക്കുന്ന ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ കണ്ടുപിടിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ ഫോർമുല അറിഞ്ഞാൽ മാത്രം മതി. എന്താണ് നമുക്കറിയാലോ? what is the result? We have the equation of a line passing through x0, y0, z0 and parallel to the vector ai plus bj plus ck is the parametric equation. X is equal to x0 plus at, y is equal to y0 plus bt, z is equal to z0 plus ct, where t is the parameter. T is the നമുക്ക് ഇഷ്ടമുള്ള ടീനെ ഇഷ്ടമുള്ള സ്കെയിലാവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. ഈ ലൈനിലൊരു പോയിന്റ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എടോ ഗിവൺ ലൈൻ ഏതാ? The parametric equation of a given line is x is equal to 2 minus t, y is equal to minus 3 plus 5t, z is equal to t എന്നല്ലേ? t എന്ന് വെച്ചാൽ 0 പ്ലസ് t എന്നല്ലേ? നമ്മുടെ ഈ ഫോർമുലയിലെ പാരാമെട്രിക് ഇക്വേഷൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ പാരാമെട്രിക് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ x0യുടെ പ്ലേസിൽ 2ഉം a-ന്റെ പ്ലേസിൽ -1ഉമാണ്, y0ന്റെ പ്ലേസിൽ -3ഉം b-ന്റെ പ്ലേസിൽ 5ഉം ആണ്, z0ന്റെ പ്ലേസിൽ 0ഉം c-ന്റെ പ്ലേസിൽ 1ഉമാണ്. 1dl. അപ്പോൾ the formula is the parametric equation of a line passing through the point x0, y0, z0 and parallel to the vector ai plus bj plus ck. അപ്പോൾ ഇതെന്തായിരിക്കും? The given parametric equation of the line is passing through the point 2, minus 3, 0 and parallel to the vector -1 I plus 5j plus k. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ അല്ലേ? ഈ ലൈനിലെ പോയിന്റ് ആരായിരിക്കും? അപ്പോൾ ഫോർമുലയിലെ പോയിന്റ് x0, y0, z0. ഇവിടുത്തെ പോയിന്റ് ആരാ? 2, -3, 0. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? Then a point on this line is
then a point on this line is 2 minus 3 0. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് ഓൾസോ ഫൈൻഡ് എ വെക്റ്റർ പാരലൽ ടു ദിസ് ലൈൻ അല്ലേ. എടോ ഇവിടെ തന്നിരിക്കുന്നതിൽ ഈ ലൈനിന് പാരലായിട്ടുള്ള വെക്ടർ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ അല്ലേ. അപ്പോൾ ഈ ലൈനിന് പാരലായിട്ടുള്ള വെക്ടർ ആരാണ്? മൈനസ് ഐ പ്ലസ് 5j പ്ലസ് 1k അല്ലേ. then we have ai plus bj plus ck is a vector parallel to the line 1. അപ്പോൾ നമ്മുടെ ആൻസർ ആരായിരിക്കും? hence a vector parallel to the given line is ആരാണ്? given line is minus I plus 5j plus k. This is the answer. Find parametric equation. Find a parametric equation of the line through -1 to 4 and parallel to 3i minus 4j plus k. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് parametric equation find the parametric equation of the line through -2 0 5, that is parallel to the line given by x is equal to 1 plus 2t, y is equal to 4 minus t, z is equal to 6 plus 2t. Find parametric equation of the line through -2 0 5, that is parallel to the line given by given line ഏതാ? x is equal to 1 plus 2t, y is equal to 4 minus 1t, z is equal to 6 plus 2t അല്ലെ. ഈ ലൈൻ ഏതുകൂടി പാസ് ചെയ്യുന്നതാ? this line is passing through the point 1 4 6 and parallel to 2 minus 1 2. At this point this line is passing through 1 4 6 and parallel to the vector 2i minus j plus 2k. അപ്പോൾ അത് വേണമെങ്കിൽ എഴുതാം. that is the given line is passing through 1 4 6 and parallel to the vector 2i minus j plus 2k. നമുക്ക് എന്താ ചോദിക്കുന്നത്?
find the parametric equation of the line through minus 205 and parallel to the line. ശ്രദ്ധിക്കണം, ഇവിടെ നമ്മുടെ പോയിന്റ് മൈനസ്, ഇതാ നമുക്ക് ഈ പോയിന്റ് ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ, ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഈ ലൈൻ ഏതൊരു പാസ് ചെയ്യുന്നുണ്ട്, ഒരു പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്, ഏതാ -1 2 -205 -205 പാസ് ചെയ്യുന്നു. ഇനി ഈ ലൈൻ, നമുക്ക് ഈ എൽ എന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത്. ഈ ലൈൻ ആർക്ക് പാരലാണ്, ആൻഡ് ദിസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈൻ പാരലൽ ടു ദ ലൈൻ. ഏതാ കണ്ടുപിടിക്കേണ്ട ലൈൻ ആർക്ക് പാരലാണ്, പാരലൽ ടു മറ്റൊരു ലൈൻ. ആ ലൈൻ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ലൈൻ ഇതാണ്, ദിസ് ഈ ടിക്കിട്ട ലൈനാണ് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ട ലൈന് ഫസ്റ്റ് ലൈനാണ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ ഇക്വേഷൻ ഇതാണ്. തന്നിരിക്കുന്ന ലൈൻ ഇതിന് പാരലായിട്ടുള്ള ലൈനാണ്. ഇനി ഈ തന്നിരിക്കുന്ന ലൈനിന് പാരലായിട്ടുള്ള വെക്ടർ ഉണ്ടല്ലോ, അതേത് വെക്ടറാ, തന്നിരിക്കുന്ന ലൈനിന് പാരലായിട്ടുള്ള വെക്ടർ ഉണ്ടല്ലോ, അതായത് തന്നിരിക്കുന്ന ലൈനിന് പാരലായിട്ടുള്ള വെക്ടർ ഇതല്ലേ, ഈ വെക്ടർ അതാരാണ്, 2i - j + 2k. അപ്പോൾ നോക്കിയേ, ഈ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിന് ആരാണ്, ഈ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിനും പാരലാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ ഇക്വേഷൻ എന്താണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ ഇക്വേഷൻ ഈസ് എ ലൈൻ പാസിംഗ് ത്രൂ -205 and parallel to the vector 2i - j + 2k. So the required line is passing through -205 and parallel to the vector ara 2i - j + 2k. 2i - j + 2k. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യാമല്ലോ. Then the parametric equation of the required line is, എന്താണ്, x is equal to -2 + 2t അല്ലേ, ഫോർമുല നമ്മുടെ ബേസിക് ഫോർമുല. y is equal to 0 - 1t, z is equal to 5 + 2t, that is x is equal to -2 + 2t, y is equal to -t, z is equal to 5 + 2t. Next question. Find the parametric equation of the line that is tangent to the circle x square plus y square is equal to 25 at the point 3 - 4. Question ശ്രദ്ധിച്ചു,
കുറച്ചുകൂടി ഒരു മാറ്റമുണ്ട്. എന്താ? പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ദാറ്റ് ഈസ് ടാൻജന്റ് ടു ദ സർക്കിൾ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ടാൻജന്റ് ആയിട്ടുള്ള 3 അല്ലെ, ഇതാണ് സർക്കിൾ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 എന്ന സെൻറ്റർ ഒറിജിനൽ റേഡിയസ് 5 ആയിട്ടുള്ള സർക്കിൾ അല്ലേ. ഈ സർക്കിളിന്റെ ഇപ്പോൾ 3 മൈനസ് 4, ഇപ്പോൾ 3 മൈനസ് 4 എന്ന് പറയുമ്പോൾ വരും. അപ്പോൾ 3 മൈനസ് 4 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് ഇതാണ്. അപ്പോൾ ഈ ടാൻജന്റിന്റെ ഇക്വേഷനാണ് വേണ്ടത് അല്ലേ. Find the parametric equation of this line that is tangent to the circle. അപ്പോൾ അതുപോട്ടെ, നമുക്കൊരു സർക്കിളിലെ ഏത് പോയിന്റിന്റെയും ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. എന്താണ് അത് വേണ്ട? ഒരു കർവിന്റെ ഇപ്പോൾ y = f(x) എന്നൊരു കർവ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ കർവിന് y എന്നൊരു കർവ്, ആ കർവിന്റെ ഈ പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ പോയിന്റ് എ ബി ആണെങ്കിൽ ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy/dx at ab ആണ് അല്ലെ. ഒരു കർവിന്റെ y = fx എന്ന കർവിന്റെ എ ബി എന്ന പോയിന്റിലുള്ള ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലുള്ള dy/dx അറ്റ് ദാറ്റ് പോയിന്റ് ആണ്. അപ്പോൾ slope of the tangent to the given circle x square plus y square is equal to 25 at the point there are 3 minus 4 is equal to dy/dx at 3 minus 4 അല്ലേ. നമുക്കറിയാം x square plus y square is equal to 25. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താലോ 2x plus 2y into dy/dx അല്ലേ. y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 25 കോൺസ്റ്റന്റ് 0. അപ്പോൾ 2y into dy/dx is equal to minus 2x. അപ്പോൾ dy/dx എന്തായിരിക്കും? minus x/y. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? dy/dx എന്താ? minus x/y at 3 minus 4. അപ്പോൾ എക്സിന് പകരം 3ഉം വൈന് പകരം -4ഉം കൊടുത്താലോ മൈനസ്. അപ്പോൾ എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്, സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ത് കിട്ടി? 3/4 എന്ന് കിട്ടി. Using this slope, we find a vector parallel to the line. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, recall that parallel lines and vector have the same slope. Parallel lines and the vector. കാരണം എന്താ? പാരലൽ ലൈൻസിന് സെയിം സ്ലോപ്പ് അല്ലേ. അപ്പോൾ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ രണ്ടിന്റെ സ്ലോപ്പ് സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന് പാരലായിട്ടുള്ള വെക്റ്റർ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. വെക്റ്റർ പാരലൽ ടു ദിസ് ലൈൻ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് 3, 4 എന്ന പോയിന്റ് ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ ഇതിപ്പം മനസ്സിലാക്കേണ്ടത് ഇതാ ഈ ലൈനിന്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ലൈനിന്റെ ഇക്വേഷൻ? ഇതാ ഈ കാണുന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത്. ഏതാ? നമ്മളെ സർക്കിളിലെ 3, 4 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സ്ലോപ്പാണ് ഇത്. ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത്. ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഈ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് 3 - 4 അറിയാം. ഇനി ഈ ലൈനിന് പാരലായിട്ടുള്ള ഒരു വെക്ടർ കൂടി മതി. ഈ ലൈനിന് പാരലായിട്ടുള്ള ഒരു വെക്ടർ കൂടി ഉണ്ടെങ്കിൽ അത് മതി. അപ്പൊ ഈ ലൈനിന് പാരലായിട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഈ വെക്ടറിന്റെ ഈ ലൈനിന്റെയും സ്ലോപ്പ് സെയിം ആണ്. നമുക്കറിയാലോ പാരലൽ ലൈൻസ് ഹാവ് സെയിം സ്ലോപ്പ് ആണ്.
അപ്പോൾ ഈ വെക്ടറിൻ്റെയും ഇപ്പോൾ വി എന്ന വെക്ടറിൻ്റെയും നമ്മുടെ കണ്ടുപിടിക്കേണ്ട എൽ എന്ന ലൈനിൻ്റെയും സ്ലോപ്പ് സെയിം ആണ്. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്, പാരലൽ ലൈൻസ് ആൻഡ് വെക്ടർ ഹാവ് സെയിം സ്ലോപ്പ്. സ്ലോപ്പ് ഓഫ് ദ ലൈനാണ് നമുക്ക് 3/4 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ the vector parallel to the line is the vector thus a vector parallel to the required line is എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ സ്ലോപ്പ് എന്ത് തന്നെയാണ്? 3/4 തന്നെയാണ്. കണ്ടുപിടിക്കേണ്ട വെക്ടറിന്റെ സ്ലോപ്പ് എന്ത് തന്നെയാണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട വെക്ടറിന്റെ സ്ലോപ്പും 3/4 തന്നെയാണ്. അപ്പോൾ 3/4 സ്ലോപ്പ് ആയിട്ടുള്ള ഒരു വെക്ടർ എന്താ? P is equal to 3/4 സ്ലോപ്പ് ആയിട്ടുള്ള വെക്ടർ എന്താ? y ഡിഫറൻസ് ബൈ x ഡിഫറൻസ് എന്നല്ലേ. അപ്പോൾ 4i plus 3j ശരിയല്ലേ? 4i plus 3jയുടെ സ്ലോപ്പ് എന്താണ്? y 3/4 അല്ലേ. അപ്പോൾ ഇതിന്റെ സ്ലോപ്പും 3/4, ഇതിന്റെ സ്ലോപ്പും 3/4 കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈൻ, ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ (3-4) and parallel to ഏത് വെക്ടർ? 4i plus 3j. 4i plus 3j is x is equal to 3 plus 4t, y is equal to minus 4 plus 3t. ഇതല്ലേ സർക്കിളിലെ 3-4 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. Next question. Where does the line ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. 4t, 3t intersect the circle x square plus y square is equal to 25. അല്ലേ? അപ്പോൾ 4t, 3t എന്ന ലൈൻ 3t എന്ന ലൈൻ x square plus y square is equal to 25 ഇങ്ങനെ പോകുന്നു. 4t, 3t എന്ന ലൈൻ ഇതായെന്ന് വിചാരിക്കും. അപ്പോൾ 0 ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 0 plus 4t 0 plus 3t എന്ന് വെച്ചാൽ 0 കൂടി പാസ് ചെയ്യുന്നതും 4i plus 3j എന്ന വെക്ടറിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ് ഇത് 4t, 3t എന്ന ലൈൻ. ഈ ലൈൻ x square plus y square എന്ന സർക്കിളിനെ ഇന്റർസെക്ട് ചെയ്യുന്നു വിചാരിക്കുക. x square plus y square എന്ന സർക്കിളിനെ ഇന്റർസെക്ട് ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്കറിയാം എനി പോയിന്റ് ഓൺ ദ സർക്കിൾ, any point on the circle is any point on the line any point on the line is line equation any point on the line is x is equal to 4t, y is equal to 3t. ഇനി
അപ്പോൾ ഇവിടത്തെയും പോയിന്റ് എന്ത് തന്നെയാണ്? ടിക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഇവിടുത്തെ പോയിന്റും ആക്ച്വലി 4t,3t ആണ്. ഇവിടുത്തെ പോയിന്റും 4t,3t ആണ്. ടി നമുക്ക് സൗകര്യ വാല്യൂ കൊടുക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഒരു t1 കൊടുക്കുമ്പോഴായിരിക്കും ഇത് കിട്ടുന്നത് 4t1 3t1. ഇവിടെ ഒരു t0 കൊടുക്കുമ്പോഴായിരിക്കും കിട്ടുന്നത് 4t0 3t0. അപ്പോൾ ടിയുടെ ഏതെങ്കിലും വാല്യൂ കൊടുക്കുമ്പോഴായിരിക്കും ഈ രണ്ട് പോയിന്റ്സും കിട്ടുന്നത്. ഇനി നോക്കണേ, ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ ഇക്വേഷൻ x² + y² = 25 ആണ്. അപ്പോൾ ഈ സർക്കിളിലെ എല്ലാ പോയിന്റ്സിലുമുള്ള ഇക്വേഷൻ, ഈ സർക്കിളിലുള്ള എല്ലാ പോയിന്റ്സിലും x² + y² = 25 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റിലും x² + y² = 25 സാറ്റിസ്ഫൈ ചെയ്യും, ഈ പോയിന്റിലും x² + y² = 25 സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ജനറൽ ആയിട്ട് പറഞ്ഞാൽ x = 4t, y = 3t എന്നുള്ളത് ഈ കർവിനെ, ഈ സർക്കിളിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സർക്കിളിന്റെ ഇക്വേഷനിൽ എക്സിന് 4tയും വൈന് 3tയും കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്തില്ലേ പറ്റുള്ളൂ. Then substituting x = 4t and y = 3t in x² + y² = 25, which implies x in the place of 4t കൊടുക്കുക, 4t² + y in the place of 3t കൊടുക്കുക, 3t² = 25, 16t² + 9t² = 25, 25t² = 25. അപ്പോൾ എന്താവും? t² = 25, t = ±1, plus or 25t² = 25, t² = 1, t = ±1. ഇവിടെ ടീന്റെ വാല്യൂ കിട്ടിയല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ടീന്റെ വാല്യൂ 1 അല്ലെങ്കിൽ -1 ആണ്. നോക്കിയേ, ടീന് 1 കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റ് കിട്ടും, ടീന് -1 കൊടുക്കുമ്പോൾ അടുത്ത പോയിന്റ് കിട്ടും. ടീന് 1 കൊടുക്കുമ്പോൾ ഒരു പോയിന്റ് കിട്ടും, ടീന് -1 കൊടുക്കുമ്പോൾ അടുത്ത പോയിന്റ് കിട്ടും. ദാറ്റ് ഈസ് the lion. അപ്പോൾ ടിക്ക് 1 കൊടുക്കുമ്പോൾ എന്താ കേട്ടോ, when t = 1, then നമ്മുടെ 4t3t എന്താവും? 4t. when t = -1 ആകുമ്പോൾ 4t3t എന്താവും? -4 -3. That is the line x = 4t, y = 3t, intersect the circle 4, 3 and -4 -3. This is the answer. Next question. Where does the line x = 1 + 3t, y = 2 - t intersect number 1 the x-axis, number 2 the y-axis, number 3 the parabola y = x². Where does the line x = 1 + 3t, y = 2 - t intersect the x-axis, y-axis and parabola? So
given line ഏതാ x is equal to 1 plus 3t. Given line is x is equal to 1 plus 3t comma y is equal to 2 minus t. This is a line passing through 1, 2 and parallel to the vector 3i minus j. അതൊക്കെ അറിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ, ഈ ലൈൻ എക്സ് ആക്സിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ്. എക്സ് ആക്സിന്റെ ഇക്വേഷൻ ഇത് 2 സ്പേസിലെ പോയിന്റ് ആണല്ലോ. ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് y ആബ്സെന്റ് ആണ്, y is equal to 0 അല്ലേ. അപ്പൊ നമുക്കിവിടെ y ഉണ്ടല്ലോ 2 മൈനസ് ടി, ദാറ്റ് ഈസ് 2 മൈനസ് ടി is equal to 0. 2 മൈനസ് ടി 0 ആകുമ്പോൾ ടി എന്താണ് 2 ആണ്. അപ്പോൾ ഗിവൺ ഇക്വേഷൻ ഓഫ് ലൈനിൽ ടിന്റെ പ്ലേസിൽ 2 കൊടുത്താൽ എന്താവും, when t is equal to 2 then x is equal to 1 plus 3 into 2 comma y is equal to 2 minus 2. അപ്പോൾ x is equal to 1 plus 6, y is equal to 0. അപ്പോൾ എന്താവും, that is x ന്റെ പ്ലേസിൽ 7 കിട്ടിയില്ലേ, 7ഉം y ന്റെ പ്ലേസിൽ 0ഉം കിട്ടിയില്ലേ. അപ്പോൾ 7, 0 എന്ന പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത് അല്ലേ. x 7ഉം y 0 അല്ലേ. hence the point of intersection with x axis is answer is 7, 0. ഇനി സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് എവിടെയാ, ഇന്റർസെക്ഷൻ വിത്ത് y ആക്സിസ് ആകുമ്പോൾ പോയിന്റ് ഏതെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് y ആക്സിസ്. y ആക്സിന്റെ ഇക്വേഷൻ, x ആക്സിന്റെ ഇക്വേഷൻ y ആബ്സെന്റ്. ഇക്വേഷൻ ഓഫ് y ആക്സിസ് ആകുമ്പോൾ എന്താണ്, x ആബ്സെന്റ് ആണ്. x is equal to 0. അപ്പോൾ നമ്മുടെ x എന്ന് പറഞ്ഞാൽ 1 plus 3t അല്ലേ. അപ്പോൾ 1 plus 3t is equal to 0. 1 plus 3t 0 എന്ന് വെച്ചാൽ എന്താവും, t is equal to minus 1 by 3. ഇനി when t is equal to minus 1 by 3 നമ്മൾ ഗിവൺ ഇക്വേഷനിൽ കൊടുത്താൽ x എന്താവും 1 plus 3 into minus 1 by 3 അത് 0 ആവും. ആൻഡ് y എന്താവും 2 minus 1 by 3 plus 1 by 3 അപ്പോൾ എന്താവും 7 by 3 ആവും. അപ്പോൾ x ന്റെ വാല്യൂ 0, y ന്റെ വാല്യൂ 7 by 3. അപ്പോൾ the point of intersection with y axis എന്തായിരിക്കും, hence the point of intersection with y axis is hence the point of intersection of the line with the y axis is x ന്റെ വാല്യൂ 0, y ന്റെ വാല്യൂ 7 by 3. This is the answer. ഇനി തേർഡ് സബ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ, നോക്ക്. Where does the line x is equal to 1 plus 3t, y is equal to 2 minus t intersect with the parabola y is equal to x square അല്ലേ. അപ്പോൾ y is equal to x square ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, നേരത്തേക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണമായിരുന്നു. ഇവിടെ ഗിവൺ y is equal to x square അല്ലേ. പരാബോള എന്താ, ഇക്വേഷൻ ഓഫ് പരാബോള തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് പരാബോള ഈസ് y is equal to x square. എടോ നമ്മുടെ ഇവിടുത്തെ y ആരാ, 2 minus t, x ആരാ അല്ലേ, x 1 plus 3t, y 2 minus t ആണ്. അപ്പോൾ x ന്റെ പ്ലേസിൽ
y is equal to x സ്ക്വയറിൽ y-ന്റെ പ്ലേസിൽ 2 മൈനസ് ടിയും എക്സിന്റെ പ്ലേസിൽ 1 പ്ലസ് 3t കൊടുത്താലോ y-ന്റെ പ്ലേസിൽ 2 മൈനസ് ടി എക്സിന്റെ പ്ലേസിൽ 1 പ്ലസ് 3t സ്ക്വയർ അപ്പോൾ എന്താവും 2 മൈനസ് ടി ഈസ് ഈക്വൽ ടു 1 പ്ലസ് 6t പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ 9t സ്ക്വയർ അപ്പോൾ 9t സ്ക്വയർ ഇൻ പ്ലസ് 6t ഇവിടെ മൈനസ് ടി റൈറ്റ് സൈഡ് പോകുമ്പോൾ എന്താവും എല്ലാത്തിനെയും റൈറ്റ് സൈഡ് കൊണ്ടുപോകാം അപ്പോൾ എന്താവും പ്ലസ് 7t 2 റൈറ്റ് സൈഡ് പോകുമ്പോൾ മൈനസ് 2 ആവും മൈനസ് 2 പ്ലസ് 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ടി അല്ലേ ഇവിടുന്ന് ടി കണ്ടുപിടിക്കാമല്ലോ എന്താണ് ടി ടി ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a അല്ലേ ഈക്വൽ ടു മൈനസ് 7 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ 4ac അല്ലേ ഇവിടെ 36 വരുമല്ലോ അപ്പോൾ 85 ഡിവൈഡഡ് ബൈ 18 അപ്പോൾ ടീൻ്റെ വാല്യൂ എന്തൊക്കെ ടി സ്കെയിലറാണ് ഏത് റിയൽ നമ്പർ വേണം വരാം ഇങ്ങനെ ഒരു റിയൽ നമ്പർ വന്നെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല √85/18 അതൊരു റിയൽ നമ്പർ ആണല്ലോ ആൻഡ് ടീൻ്റെ വാല്യൂ ടി ഈസ് ഈക്വൽ ടു -7 മൈനസ് √85/18 അപ്പോൾ രണ്ട് വാല്യൂസ് കിട്ടി ഈ രണ്ട് വാല്യൂസും ഇവിടെ കൊടുക്കുക നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ അപ്പോൾ ടീൻ്റെ വാല്യൂ ആദ്യത്തെ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ അവിടെ ഒരു പോയിന്റ് കിട്ടും അല്ലെ ടീൻ്റെ വാല്യൂ എക്സിലെ നമ്മൾ പാരാമീറ്റർ ഇക്വേഷനിൽ -7 പ്ലസ് √85/18 കൊടുക്കുമ്പോൾ അവിടെ ഒരു വാല്യൂ കിട്ടും അടുത്ത് ഇവിടെ വേറെ ഒരു വാല്യൂ കിട്ടും അപ്പോൾ ഈ പരാബോള നമ്മുടെ ലൈനെ രണ്ട് പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നത് നമുക്ക് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻസ് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ put t is equal to -7 plus √85/18 in the equation ആരാ x is equal to 1 plus 3t കൊടുക്കുമ്പോൾ എന്താവും x is equal to 1 plus 3/18 into ബ്രാക്കറ്റിനകത്ത് -7 plus √85 അപ്പോൾ എന്താ അപ്പോൾ x is equal to 18 LCM എടുത്താൽ 1/18 into 18 plus -21 plus 3 into root of 85 equal to 1/18 into -3 plus 3 root 85 so x എന്താവും x is equal to 1/18 into 3 outside എടുത്താൽ -1 അല്ലേ -1 plus √85 3 18 കട്ട് ചെയ്താൽ എന്താവും 6 ആവും 1/6 into √85 ആദ്യം എഴുതിയാൽ മൈനസ് ആണ് ഫസ്റ്റ് വാല്യൂ ടി എക്സിലെ ടീൻ്റെ പ്ലേസിൽ കൊടുക്കുമ്പോൾ കിട്ടുന്നത് ആൾസോ y എന്താവും y is equal to 2 minus t അല്ലേ അപ്പോൾ 2 മൈനസ് ടീൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക -7 plus √85/18 -7 plus √85/18 അപ്പോൾ y is equal to 18 എൽസിയം എടുക്കാമല്ലോ 2 into 18 36 plus 7 minus √85 equal to 1/18 into 36 7 43 minus √85 നമ്മുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്തായി hence xy എക്സാം എന്താണ് 1/6 into √85 minus 1 comma 1/18 into 43 minus √85 is one point of intersection is a point of intersection
പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ലൈൻ ആൻഡ് ദ പരാബോള അല്ലേ. ഇനി അടുത്ത ടി എന്ത് കൊടുക്കാം? ടിന്റെ വാല്യൂ എന്ത് പറയുന്നുണ്ട്? -7 മൈനസ് റൂട്ട് 85/18. അപ്പോൾ അടുത്ത് കൊടുക്കുക, പുട്സ് ടി ഈസ് ഈക്വൽ ടു -7 മൈനസ് റൂട്ട് 85/18 ഇൻ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 1 plus 3t equal to 1 plus 3/18 into -7 minus root 85. x എന്താവും? 18 plus 3 root 85/18. So -3 minus root 85/18 minus of ഒരു 1/6 into 3 കട്ട് ചെയ്യാലോ, 1 plus root 85 minus 1/6 into 1 plus root 85. Next puts t is equal to -7 minus root 85/18 in y is equal to 2 plus 2 minus t, y is equal to 2 minus -7 minus root 85/18 equal to 36 plus 7 plus root 85/18. Y is equal to 43 plus root 85/18. So another point of intersection. Then the other point of intersection is the next point of intersection is -1 -1/6 into 1 plus root 85, -1/6 into 1 plus root 85, comma 1/18 into 43 plus root 85.